വിശപ്പ് രഹിത നഗരത്തെ ഞാൻ എവിടെയാണ് ആക്ഷേപിച്ചത്? ചിന്ത എന്ന് പറയും. താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ PR വർക്ക് നടത്തുമ്പോൾ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. 1200 കുടുംബം വർഷങ്ങളായി നിങ്ങളുടെ ഹണി ബെഞ്ചമിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച 1200 കുടുംബം. 20 പേർക്കാണ് ഒരു കക്കൂസ്. പറയാൻ പറ്റുമോ? ഇല്ലെന്ന് നിഷേധിക്കാൻ പറ്റുമോ ചിന്തയ്ക്ക്? 20 പേർക്കാണ് ഒരു കക്കൂസ്. 20 പേർക്ക് കക്കൂസ്. 1200 കുടുംബം ദുരിതക്കയത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടിപെട്ടുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. പുള്ളിക്കട കോളനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്കറിയാം അവരുടെ ദുഃഖം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാണ്. നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അവർക്കൊപ്പം നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊല്ലത്തിനൊരു MP ഉണ്ട്. പുള്ളിക്കട കോളനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? റെയിൽവേ പുറമ്പോക്കിലാണ്. റെയിൽവേയുമായിട്ടുണ്ടാകുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. തീരദേശത്ത് പുതിയ 3 ഫ്ലാറ്റുകൾ പണിഞ്ഞ് പുനരധിവാസം കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കി. പുള്ളിക്കടയിലെ പുനരധിവാസം നടപ്പിലാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ ഇടപെടൽ, അതിന് യാതൊരു സമ്മർദ്ദവും നടത്താൻ കൊല്ലത്തിന്റെ MP തയ്യാറാകുന്നില്ല. അപ്പൊ UDF BJP ബാന്ധവമാണ് പുള്ളിക്കടയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് കാരണമെന്ന് ഈ നാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ?